ചിക്കൻ കഴിക്കുമ്പോൾ പൊട്ടി കൈസ് കയ്യിൽ നിന്ന് ചോര വരുന്നു കൈസ്. നമുക്ക് ചിക്കൻ ബിരിയാണിക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം. കത്തി അന്വേഷിച്ചു ഒരാളെ കണ്ടുകൊണ്ടിരിക്കും. തനി ചേർത്താത്ത സിസ്റ്ററിനെ വിളിച്ചടുത്ത് നോക്കി പെട്ടെന്ന് തീരുമോ ഇതൊക്കെ പറ്റില്ലല്ലോ. അങ്ങനെ ഓടിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചില്ലേ. ലാസ്റ്റ് അരിഞ്ഞിട്ട് പിന്നെ കുക്ക് ചെയ്തത് എനിക്ക് സലാസിനോട് വെച്ചു അറിയാം. കട്ടിങ്ങോട്ട് എടുത്ത് കുഞ്ഞിലാണ് വെള്ളത്തിൽ പെട്ടിട്ടുള്ളത് പെട്ടെന്ന് സവാള അരിഞ്ഞെടുക്കാൻ പിന്നെ കള്ളിയിൽ പെട്ടെന്ന് വേണം എന്നാട്ടോ. ഇപ്പം മേടിക്കുന്ന സവാളയ്ക്ക് ഭയങ്കര നീക്കില്ല രക്ഷയില്ല. വെള്ളത്തിലേക്ക് നമ്മൾ കൊല്ലാൻ കിട്ടുമ്പോൾ കള്ളി വേണമല്ല. എന്നാലും മരുന്നുണ്ടൊക്കെ ചെറുതൊക്കെ വേണം. ബിരിയാണിക്ക് ടൈം മതി സവാള. സവാള മതി ബിരിയാണിക്ക്. നമുക്ക് ഇനി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുക്കണം. പാത്രത്തിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കാം. സവാള എടുക്കാം. നമുക്ക് ജാറെടുത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുക്കാൻ കൊടുക്കാം. അതുപോലെ അച്ഛനും കുട്ടിയോടെ കളിക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് നോക്കാം. വാ ഒന്ന് കളിക്കോ, ജസ്റ്റ് കളിക്കോ. ഒരു വലി അപ്പൊ പിന്നെ എനിക്ക്
ഏതെങ്കിലും അനിയത്തിനൊരു സാധനമില്ല വൈകുന്നേരം ഫോൺ കിട്ടുന്നത് ഈ മിക്സ് ചായ ഉണ്ടല്ലോ പറഞ്ഞാൽ ഞാൻ മതി എത്ര സ്വിച്ച് ബോർഡ് അറിയാം 1 2 ആണോ സ്ക്രിപ്റ്റ് അല്ല കേട്ടോ അത് സ്ക്രിപ്റ്റ് ടേസ്റ്റ് നന്നായിട്ട് അത് മാറ്റിയിട്ട് അവസ്ഥ പോലെ എനിക്ക് സലാഡ് ഇതുപോലെ എടുത്തോളാം അടിയെടുത്തോ മെയിൻ ഇൻഗ്രീഡിയൻസ് അതൊക്കെ നീ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടേ അത് സവാള മാറ്റില്ല ആദ്യം വെള്ളത്തിട്ട് കൊടുക്കണം നീ വേദന അനു കടയിട്ടോ ഇതിന് മുകളിലേ നോൺ സ്റ്റിക്കിന്റെ വലിയ പാത്രം ഇട്ടുണ്ട് കറി ഇട്ടിട്ടുണ്ട് ചെറിയ അരിയാണ് എടുത്തേക്കുന്നത് ഇത് കവർ കൂട്ടി പോയതുകൊണ്ട് ഞാൻ ചെറിയ കവറിനകത്ത് വെച്ചത് കേട്ടോ നമുക്ക് ഇത് അളന്നെടുക്കാം ഞാൻ ഈ ഗ്ലാസിൻ്റെ അളവിനകത്ത് എടുക്കാറ് ഈ ഗ്ലാസിൻ്റെ അളവിനെടുക്കാം ഞാൻ ഈ ഗ്ലാസ്സിൽ പാത്രങ്ങൾ ചുരുക്കി ഉപയോഗിച്ചാൽ ഈ പാത്രങ്ങളായിട്ടാണ് ഞാൻ ചുരുക്കിച്ചിരിക്കാൻ പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു നമ്മൾ 4 പേര് കഴിക്കാൻ മതി അതല്ല വേണ്ടതോ ബാഗ് എടുക്കണേ ഗ്ലാസ് പെപ്പൻസി കുറച്ച് കൂടുതൽ എന്നത് ഇഷ്ടമാണ് കുറച്ച് കൂടുതലായിട്ട് ശേഷം നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്യാം നമ്മളെപ്പോഴും കളർ ഗ്ലാസ് വെച്ചാൽ എടുക്കുമ്പോൾ നമുക്ക് അത്രയും വെള്ളം ഒഴിച്ചാൽ അതിന് കറക്റ്റ് അളന്ന് വരുന്നത് കേട്ടോ ആ യെസ് അപ്പോൾ ബിരിയാണി കൂടി മൊത്തത്തിൽ എടുക്കാൻ വന്നിട്ടുണ്ട് നീ കണ്ടില്ല ഇതിലുണ്ടാക്കുന്നത് നമുക്ക് കരി കഴിച്ചാൽ നമുക്ക് നിർത്താം നിർത്തിയിട്ട് നമുക്ക് ഊറ്റി കേട്ടോ നെയ്യ് ചേർന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ദാടെ പൊട്ടി ചെയ്യുന്നത് നടക്കടി വാടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഞാൻ നിരീക്ഷിച്ച് നിരീക്ഷിച്ചാണ് എടുക്കുന്നത് അയ്യോ ഓ സൂപ്പർ പ്ലെയിൻ നല്ല ഗ്ലാൻസിന് ഒരു മുതിരിയ ഭയങ്കര പ്ലെയിൻ നീ ആ സൗണ്ട് മ്യൂട്ടാക്കി നമുക്ക് മുങ്ങി തപ്പയിലേക്കാം ഞാൻ വീഡിയോ എടുക്കും ഇത് കേട്ടു അപ്പം പോലീസുകാരെ കണ്ടെങ്കിൽ നല്ല തെറി എന്ത് ഇതിന് പോയി കുറച്ചുകൂടി നിങ്ങൾ വീഡിയോ വന്നു ഞാൻ വീഡിയോ എടുക്കുന്നു അത് ശരിയാവും ടീച്ചേഴ്സും കാണും എല്ലാം ഞാൻ മുന്നിൽ തപ്പേണ്ട അവസ്ഥയായി ഗൈസ് കിട്ടിയോ ഗ്രാമ്പൂ ഏലയ്ക്ക പട്ടയൊക്കെ കിട്ടിയിരിക്കുന്നു സംതൃപ്തിയാണ് അനു മോളെ അതെല്ലാം കുപ്പിയിലേക്ക് ആക്കി കേട്ടോ അത് കുപ്പിയിലേക്ക് ആക്കി ഇപ്പം തന്നെ കൂടി എടുക്കാം ഒഴിച്ചോ ആൻസർ ചോദിച്ചോ ഒരു മിനിറ്റ് അല്ലേ ചേച്ചിക്കില്ലേ മല്ലിയില ഫ്രഷ് ആയിട്ടുള്ളതില്ലേ നല്ല അടുത്തെടുത്തല്ല അനു നിങ്ങളുടെ ക്ലൈൻസിന് വെച്ചാൽ ഫ്രഷ് മല്ലിയില ഫ്രഷ് ആണ് വേണം കേട്ടോ ഇനി ഇവിടെ നിന്നേക്ക് തന്നെ നിൽക്കണം ഞാൻ ഇതിലേക്ക് കൊടുക്കാം കേട്ടോ അതൊന്ന് കഴുകി എടുക്കണം അതെന്താണോ ഈ കൂടെ കൊടുത്തിട്ട് പറഞ്ഞത് നീ ഇവിടെ വാ ചേച്ചി ഇവിടെ വാ അപ്പോൾ ഇതാ ഡാൽഡ കേട്ടോ നെക്സ്റ്റ് പീച്ച് ഡാൽഡ ഇട്ടോ കേട്ടോ
ഡാലിനേക്കാളും നല്ലത് നെയ്യാട്ടോ. കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ പ്രത്യേകം നെയ്യാണ് നല്ലത്. എനിക്ക് ഡാല തിരിക്കുന്നത് മാത്രമല്ലോ ഞാൻ നെയ്യ് എടുക്കുന്നത്. അല്പം സൺഫ്ലവർ ഓയിൽ നീ അവിടെ എക്സ്പ്രഷൻ കാണുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഡാലിൻ്റെ കഴിയുമ്പോൾ ഒന്ന് വേണ്ടി കൂടി ചെറുദോഷമല്ലേ കൊല്ലം. നിങ്ങൾക്ക് ഞാൻ ചിത്രം നല്ല പച്ചമുന്തിരിക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് ചീത്ത പറഞ്ഞിരിക്കുന്നത്. നല്ല ജലദോഷമാണ്. ഒരാഴ്ചയുടെ ജലദോഷം മാറില്ല. നമുക്ക് ചാറ പറയാം മസാല കൂട്ടി വെച്ചാൽ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത് കരിവേപ്പില പറിച്ചില്ല. കുറേ പേര് ക്യാമറ കുറേ പേര് ഷോ ഞാൻ കരിവേപ്പില എടുത്ത് കരിവേപ്പില ഫ്രഷ് നിങ്ങൾ കമന്റ് ഇടരുത് സന്ധ്യയ്ക്ക് കരിവേപ്പില പറിക്കരുത്. എൻ്റെ ഗതികേടുകൊണ്ട് എനിക്ക് കരിവേപ്പില പറിക്കുന്നത് അധികമൊന്നുമില്ല. അധികമൊന്നും അല്ലെങ്കിൽ ചെറുതായി ഒരു കരിവേപ്പില എന്തെങ്കിലും പ്രായം കാണുമ്പോൾ പറയും സന്ധ്യയ്ക്ക് കരിവേപ്പില പൊട്ടിക്കാൻ പാടില്ല എന്ന്. സോറി ഗൈസ്, അല്ലെങ്കിൽ വേറെ കരിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാനത് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം കരിവേപ്പില ഫ്രഷായിട്ട് കുറച്ചുകൊണ്ട് വന്ന് നമ്മൾ കരിവേപ്പില കഴുകാം. എല്ലാം കാണാൻ വേണ്ടി ഞാൻ കുറച്ച് ഇവിടെ ക്യാമറ ഇങ്ങോട്ടാ ക്യാമറ ഇവിടെ നോക്കി പറയണേ. കുപ്പിക്ക് കൊടുക്കേണ്ടത് കൊണ്ട് ഒരു പച്ചമുളക് വെച്ചിട്ടുള്ളൂ. കരിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ മസാലക്കൂട്ട് ഇപ്പം ഞാൻ ഓടി ചായക്കൂട്ടത്തിന് കരിയാറായിട്ടുണ്ടായിരുന്നു. നമുക്കതിലേക്ക് ഞാൻ കൂട്ടി വെച്ച് കൊടുക്കുന്നത് സവാളാണ്. സവാള എടുക്കുന്നത് ഇട്ടാൽ സവാള എടുക്കുന്നത് വാങ്ങിയിട്ട് ഞാൻ വെക്കുന്നത്. നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇപ്പത്തുവാ അവിടെ ഇങ്ങനെ കാണില്ല. ക്യാമറ കാണുന്നത് ഇപ്പത്തുവാ സൂം ചെയ്ത് വെച്ചിട്ട് ഇവിടെ വാ. ഇതവിടെ കയറിയിരുന്നോ? നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വരും അവിടെ നിന്ന് മുന്തിരിങ്ങുണ്ടാവും. ഫോട്ടോ എടുക്കണം. ആ വീഡിയോ അവിടെ ഇരുന്നോളൂ. ഇവിടെ ഇങ്ങനെ നിൽക്കല്ലേ പറയുന്ന കേക്ക്. ഇവിടെ ഇരുന്നോ? അപ്പൊ ഇതിന് ശരിക്കും കിട്ടും. വളരെ ജലദോഷം അതിന്റെ കുക്കിങ്ങിന് അതിന്റെ കുക്കിംഗ് കയറി ഇരിക്കുന്നുണ്ടാവും. ടേസ്റ്റേക്കോടെ ഇളയ കുട്ടിയെ കൊണ്ട് ഹസ്ബൻഡിന്റെ പിള്ളി കൂടെ അത് ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്നുണ്ട്. പഠിക്കാനൊന്നുമില്ല. പഠിക്കാനൊന്നുമില്ല. ഹോംവർക്ക് ചെയ്യുന്നതിനകത്തേക്ക് ഇപ്പോഴാണ് ട്യൂഷൻ ക്ലാസ് ഹോംവർക്ക് കൊടുത്തത്. ഹോംവർക്ക് ചെയ്യുന്നതിനകത്തേക്ക് എടുത്തോണ്ടത് ഏത് ഇപ്പോഴാണ് കഴിച്ച് ഞാൻ ഹോംവർക്ക് ഓർമ്മ വന്നത്. കുട്ടിയുടെ ഹോംവർക്ക് എടുത്തിട്ടോ? സവാള വളരെ കുറേ ടൈം എടുക്കും. തക്കാളി ഒന്ന് അരിഞ്ഞ് വെച്ചേക്കാം. സവാള വാടി വരുന്നുണ്ടല്ലോ. നമുക്ക് തക്കാളിയൊക്കെ അരിഞ്ഞ് അടുപ്പിച്ചടിച്ച് മസാലയൊക്കെ ഇട്ട് മുകളിൽ നമുക്ക് തക്കാളി ഇടാനും. ഹോംവർക്ക് എടുത്തിട്ട് വന്ന് എഴുതി പൊന്നിന് ഭയങ്കര മടിയാണ് പഠിക്കാനായിട്ട്. പക്ഷെ പുറകോട്ടാണ്. അത് ഞങ്ങൾ മുമ്പിലല്ലേ അല്ലേ പൊന്നു? കുറേ എൻ്റെ ജീവിതത്തിൽ ഒരു 2024 എനിക്ക് ചെയ്തൊരു വർഷമാണ്. കുറേ പ്രോബ്ലംസ് ഉണ്ടായ വർഷമാണ് എൻ്റെ ജീവിതത്തിൽ. അതൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസൊക്കെ പയ്യെ വരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ കുട്ടിയുടെ പഠിത്തവും എൻ്റെ ഇളയ കുട്ടിയുടെ കാര്യങ്ങളും എനിക്കങ്ങനെ അധികം ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു വർഷമായിരുന്നു 2024. 2024 എന്ന് പറയുന്നത് എനിക്ക് സങ്കടവും സന്തോഷവും ഒരുപോലെ തന്നൊരു വർഷമാണ്. ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു പുതിയ അതിഥി വന്നതും ഞങ്ങളുടെ ഇടയിൽ നിന്നൊരു ആൾ പോയ ഒരു വർഷം കൂടിയാണ്. പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അത് വീഡിയോയിൽ നമ്മൾ കൈയിടുന്നുണ്ട്. വീടിൻ്റെ ഞങ്ങളുടെ ഇടയിലേക്ക് അമ്പ് വന്ന വർഷമാണ് 2024 ഓഗസ്റ്റിൽ ഞങ്ങളുടെ കുഞ്ഞാളുണ്ടായതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അച്ഛനും വിട പറഞ്ഞൊരു വർഷമാണ്.
ഞാനൊന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാലും നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. സവാളയൊക്കെ നന്നായി മൂക്കായിരുന്നുണ്ട്. ബിരിയാണിക്ക് ആയതുകൊണ്ട് നമുക്ക് സവാള ബ്രൗണിഷ് കളറുണ്ട്. അതിന് മുമ്പ് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ താഴെ വെക്കട്ടെ. നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പേടിയല്ല കുട്ടി. നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടാം. അനു മസാലകളൊക്കെ ഇട്ട് അടുപ്പിച്ച് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സിമ്മിലിട്ട് വെക്കാം. അപ്പം ഇവിടെ ചിക്കനകത്ത് നമ്മൾ മുളക് പുരട്ടി വെച്ചിരിക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അരിമണിയുടെ എല്ലാം എല്ലാവർക്കും കുറവ് മതി. എസ്പെഷ്യലി പൊടി വെച്ചത് അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു മല്ലിപ്പൊടി ഞാനൊക്കെ കൂടുതലുണ്ട് കേട്ടോ. ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടില്ലേ. ഇപ്പോഴാണ് ദേശീയം മാറുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാനായിട്ട് നമുക്ക് കുഴപ്പമില്ല. മറന്നു പോയാലും കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് ഇടാം. ഇപ്പോഴാണ് ഗരം മസാലക്കൂട്ട് ഒരു ചെറിയ ടീസ്പൂൺ ആയപ്പോൾ ഞാൻ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഗരം മസാലക്കൂട്ട്, ഗരം മസാലപ്പൊടി. അപ്പം ഇത് നോക്കി ഉണ്ടാക്കി കൊടുക്കുക തന്നെ. ഞാൻ പറഞ്ഞല്ലോ കഴിച്ചു. അപ്പം ഇങ്ങനെ പറ്റുന്നവർക്ക് ഉള്ളൊരു സൊല്യൂഷൻ ആണ്. മറന്നു വരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുള്ളതാ. സാരില്ല കേട്ടോ. നമുക്ക് പേസ്റ്റ് തല്ലി കേൾക്കുന്നുണ്ട്. മൂക്ക് കിട്ടും. നിങ്ങൾ കേൾക്കണോ? നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണത് പോലെ. എനിക്ക് ആദ്യമായിട്ടോ നിങ്ങൾക്ക് അബദ്ധം പറ്റുന്നത്. എന്തായാലും മല്ലിപ്പൊടി മസാലപ്പൊടിയും കൂടെ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. നാളത്തെ കുഞ്ഞോ വരുന്നുണ്ട്. നിങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് എൻ്റെ തക്ക് കുഞ്ഞോ വരുന്നുണ്ട്. ഇത് ഹായ് കൊടുക്ക്, ഹായ് കൊടുക്ക്, ഹായ് കൊടുക്ക്. അവിടെ അല്ലേ അവിടെ ഹായ് ഹായ് കൊടുക്ക്, ഹായ്. ഇത്ര നേരം എങ്ങനെ പിടിച്ചു വെച്ചെന്ന് അറിയത്തില്ല. അതൊരു നിമിഷം പോലും ഞാൻ ഇല്ലാതെ പറ്റില്ല. അവിടെ നിൽക്കാൻ പറ്റില്ല. പേരാണ് അറിയുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകൊക്കെ മാറി വരുന്നുണ്ട്. സിമ്മിലിടാം. അതെല്ലാം പോയിട്ടുണ്ട്. മല്ലിപ്പൊടി പോയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അരി വെച്ചിട്ട് തക്കാളി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് വേവാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് നോക്കാം കേട്ടോ. മൂടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ അത് നിന്നോളും. ചിക്കൻ തന്നെ എടുത്തിട്ടുണ്ട്. അടച്ചിരിക്കുന്ന ആവശ്യം അല്ലാതെ തന്നെ നമ്മുടെ നന്നായിട്ട് വേണം. ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്നില്ല. ഇതൊപ്പം നന്നായിട്ട് വെന്തോളും തക്കാളി. ചില്ല് നമുക്ക് അല്പം മോര് ഒഴിച്ചു കേട്ടോ. മോര് വേണമെങ്കിൽ മാത്രം ഓപ്ഷൻ ആണ് കേട്ടോ. വേണമെങ്കിൽ മാത്രം മോര് ഒഴിച്ചത്. ഞാൻ ഇത്തിരി മോര് ഒഴിക്കുന്നത്. മോരില്ലെങ്കിൽ കടത്തായിരിക്കും. നിങ്ങൾ കണ്ടല്ലോ ഞാൻ കഴുകിയെല്ലാം മഞ്ഞപ്പൊടി മുളക് പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേട്ടോ. നല്ല അരപ്പ് നന്നായിട്ട് പിടിക്കുന്നത്. അരിയായി വെച്ചിരിക്കുന്ന 2 ഗ്ലാസ് അരി എടുത്ത് കൊടുക്കാം കേട്ടോ. ഉണ്ടാക്കിയാലും എരിവ് കുടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടമാണ് എരിവ് അല്പം കുറവാണ് ഇട്ടേക്കുന്നത്. ചോറ് ബൗളായിട്ടുണ്ട്. എന്നാ ഞാൻ ഇവിടെ നോക്കട്ടെ. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഉപ്പ് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യാനുസരണം കേട്ടോ.
ഇച്ചിരി ഉപ്പധികം വേണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്കും എല്ലാ വീട്ടിലും ഉപ്പധികം വേണം. ചേട്ടൻ നേരെ തിരിച്ചാണ് ഉപ്പധികം വേണം. ഞാൻ മീഡിയം ഇടുന്നു. നമുക്ക് ഗ്ലാസ് വേണം. ബാക്കി ചിക്കൻ ഉണ്ടാകുന്ന പറക്കാനായിട്ട് എടുത്ത് പാത്രത്തിലാക്കി വെക്കണം. പിന്നെ അനി ഇവിടെ കിട്ടൂലേ? 4 ഗ്ലാസ് കൂടെ ഒഴിച്ചു. 4 ഗ്ലാസ് ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. 4 ഗ്ലാസ് കൂടെ ഒഴിച്ചെടുത്തിട്ട് എന്നിട്ട് നമ്മൾ വരച്ചിളക്കാം. ഒഴിച്ചോട്ടെ. പിന്നെ വന്നിട്ട് ഇളക്കിട്ടേക്കാം. നമുക്ക് തീ കൂട്ടിയിട്ട് അത് തിളച്ചതിന് ശേഷം നമുക്ക് അടുത്ത് വെച്ച് വേവിക്കാം. അപ്പോൾ ബേ ലീഫ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് കൂട്ടി കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു നാരങ്ങ നീര് ഇടും. നാരങ്ങ നീര് കൂടെ ഒഴിച്ചിട്ടുണ്ട്. അരിയെ കുക്കി വിളിക്കുന്ന അരിയെന്ന് വിളിച്ചുകൊണ്ട് നടക്കും കേട്ടോ. നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ഇളക്കി കൊടുത്ത് കൊണ്ടുവന്ന് നോക്കണേ. തിളച്ച് വന്നതിന് ശേഷം അരി കൊടുത്ത് കൊണ്ടുവന്ന് നോക്കിയാൽ മതി കേട്ടോ. മല്ലിയില നമുക്ക് ലാസ്റ്റ് അരി ഒന്ന് പകുതി വരുവാകുമ്പോൾ നമുക്ക് മല്ലിയില ഇട്ടുണ്ട്. എന്താടാ അരിയെ നമുക്ക് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കാം. ഇടയ്ക്ക് ഉപ്പ് ഉണ്ടോ നോക്കിയില്ല കേട്ടോ. ഞാൻ ഉപ്പ് ഉണ്ടോ നോക്കിക്കോട്ടെ. ഞാൻ ഉപ്പ് നോക്കാൻ ചോദിക്കുന്നുണ്ടോ കുട്ടി? കപ്പ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇല്ല, അത് കട്ടാക്കി കളയാം. കപ്പി അപ്പം കപ്പ് പോലെ തന്നെ കത്തി വെച്ച് അതിൽ ഫോണിൽ ഇട്ടുണ്ടായിരുന്നു. അതിൽ പൊങ്ങില്ല പപ്പടം വെച്ച ഫുഡ് ഇവിടെ കഴിക്കുന്നത് സമയം 10-11 മണിക്കാണ്. ഒരു സൊമാറ്റോ നോക്കുന്നുണ്ട്. നേരത്തെ കൊടുക്കും. ആ എല്ലാം തെളിച്ചു ഗൈസ് കൈ. നമുക്ക് ഇത് നോക്കിയിട്ട് ആ വരട്ടെ. സൺഡേ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തത്. ഇവിടെ മിക്ക സാറ്റർഡേ ചിക്കൻ ആയിരിക്കും. ബീഫ് ഞങ്ങൾ അധികം വാങ്ങുന്നത്. ബീഫ് അധികം ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ബീഫ് അധികം മേടിക്കാറില്ല. എനിക്ക് പൊതുവെ ബീഫോട് അത്ര ഇഷ്ടമില്ല. ഹസ്ബൻഡിന് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ പൊന്നൂസിനും ഇഷ്ടമല്ല. അതുകൊണ്ട് മേടിക്കാറില്ല. ആടും അധികം കഴിക്കാറില്ല. നോൺ ഇവിടെ അധികം മേടിക്കാറില്ല. കൂടുതൽ വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് ചിക്കൻ എല്ലാ ആഴ്ചയും മസ്റ്റാണ്. അതേ പപ്പ എല്ലാം നമ്മൾ കാച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചിന് വീണ്ടും വീണ്ടും റൈസ് നമുക്ക് വെള്ളമുണ്ട്. ഞാനൊന്ന് ഇളക്കി നോക്കാം. ഇത് ആദ്യം കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി നോക്കാം. ചൂട് വെള്ളം പറ്റാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെക്കുമ്പോൾ നേരെ ഇട്ട് കൊടുക്കുമ്പോൾ ചിക്കൻ വരുന്നത് നോക്കാം. നമുക്ക് ചിക്കൻ അരി വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തമലിയിൽ ഞങ്ങൾ പുറമേ ഇടുന്നുണ്ട്. നമുക്ക് തീയൊന്നും കത്തി വെക്കണ്ട. തമലിയിൽ ഫുള്ള് ഞെട്ടിട്ടുണ്ട്. നമുക്കിത് അടച്ച് വയ്ക്കാമേ. നമുക്ക് അടച്ച് വയ്ക്കാം. നമുക്ക് അടച്ച് നമുക്ക് ഈ താഴെ മാറി വയ്ക്കാമേ. അപ്പം നമ്മൾ ചിക്കൻ ബിരിയാണി 3/4 വശം റെഡി ആയിട്ട് ഫുൾ റെഡി 3/4 വശം റെഡി ആയിട്ടുണ്ട്. പപ്പടം കച്ച് വെച്ചിട്ടുണ്ട്. കച്ചമ്പർ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്.
പച്ചമറും റെഡിയായിട്ടുണ്ട്. പച്ചമറും റെഡിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് സെർവ് ചെയ്ത് കഴിച്ചാൽ മതിയേ. ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ചാൽ ഇവിടെ വൃത്തിയാക്കണം. പിന്നെ ഇവിടെ വലിയ പണിയൊന്നുമില്ല കേട്ടോ. കാര്യം ഞാൻ എല്ലാം ഉച്ചയ്ക്ക് സെറ്റാക്കി വെച്ചുകൊണ്ട് ആദ്യം നമുക്ക് പാത്രങ്ങളൊന്നും കഴുകാറില്ല. അധികം പണിയൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ സെറ്റ് ആയതുകൊണ്ട് അതായത് നമുക്കിനി കഴുകാം. മടുപ്പ് വിട്ട പറയാം. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് പാത്രം കഴുകൽ. ഇത്ര കഴിയാണ്ട് തീരത്തില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് പാത്രം കഴിച്ച് ഇതെല്ലാം പാത്രമെല്ലാം കഴിക്കുന്നത്. സവാള ശരിയാക്കുന്നത് ഈ പാത്രം വയ്ക്കാൻ ചായ പാത്രം ഉണ്ടാക്കി പാത്രം കൊണ്ടുവരണം. കഴിഞ്ഞ് ആവശ്യമിന് നോക്കി നമുക്കൊന്ന് നോക്കി നോക്കാം. മതിലൊരു മണം നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അരച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം കൂടുതലാകുന്നു. നമുക്കൊന്നുകൂടി വറ്റിക്കാൻ തീരുന്നു കേട്ടോ. ജസ്റ്റ് ഞാൻ വിളിക്കട്ടെ. അനു കമോൺ. അതിനോടൊന്ന് ചോദിച്ചു നോക്കിക്കാൻ വീഡിയോ കേട്ടോ. ഫുൾ ടൈം മൊബൈലാക്കാം. ഇതൊന്നും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എഡിറ്റിങ്ങിനും വീഡിയോസ് ഒക്കെ എടുത്തിട്ടാണ്. ആണോ അതാണല്ലോ കിട്ടുന്നുണ്ടേ. എടി ഇച്ചിരി വെള്ളം വരുമോ? എരുണ്ടോ? ഭയങ്കര എരുണ്ടോ? അരിവുണ്ടോ? വെള്ളം വെക്കണോടി. അടച്ചു വെച്ചേക്കാല്ലേ? ഓക്കെ സൂപ്പർ ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കിയതോട് ഞാൻ തന്നെ പൊക്കി പറയാം. സൂപ്പർ. ശരി കൂട്ടി വേറെ കുഴപ്പമില്ല. എരിവ് കുറച്ചെന്ന് പറഞ്ഞോട് എരിവ് കൂടിപ്പോയി. ഒരു കുഴപ്പമില്ല. കച്ചമ്പർ നമ്മൾ ഉണ്ടാക്കിയല്ലോ. ഓക്കെ ഒരു ഒട്ടില്ല കേട്ടോ. അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഓക്കെ ആയിരിക്കും. ഇതിൻ്റെ അടപ്പ് ഞാൻ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു.
എല്ലാം കുറച്ച് കഴിക്കുള്ളൂ. വിശക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ചൂടുണ്ട്. എനിക്ക് പോകാൻ പീസ് കഴിഞ്ഞാൽ തപ്പിക്കൊണ്ടിട്ടത് ചൂടുണ്ട്. ഇതൊന്നും മുന്നിട്ട് കഴിക്കില്ല. സൂപ്പറാണ്. സൂപ്പറാണ്. പിന്നെ നമ്മുടെ അമ്പൂൻ്റെ ഫുഡിന് നമുക്ക് പോകാം കേട്ടോ. അതും കൂടി ഇട്ടു. അയ്യോ പപ്പടത്തിനോട് ഭയങ്കര കേട്ടോ. അമ്പൂൻ്റെ ഫുഡ് ചെയ്താണേ. അപ്പോൾ ഫുഡ് കഴിപ്പിക്കാൻ പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. നമുക്ക് തുപ്പിയിരിക്കുന്നു, ഒന്ന് തുപ്പിയിരിക്കുന്നു. അങ്ങനെ ഫുഡ് കഴിപ്പിക്കുന്നത് ഒരു വലിയ ടാസ്കായിരിക്കും. മുനാശില്ലാത്ത സ്ഥലങ്ങളിൽ മുതിരിങ്ങയൊക്കെ മതി. അത് കണ്ടു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.